നമ്മുടെ കാലിലോ കയ്യിലോ ഒരു മുറിവുണ്ടായെന്ന് വിചാരിക്കുക. ആ മുറിവിൻ്റെ വേദനയെക്കുറിച്ച് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ ശരിക്കും നമുക്കുള്ള വേദന അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? അവർ അത് മനസ്സിലാക്കുക മുമ്പ് അവർക്ക് എപ്പോഴെങ്കിലും ഉണ്ടായ ഒരു മുറിവിൻ്റെ വേദനയായിട്ടാണ്. നമ്മൾ അപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ ശരിയായ തോത് തീർച്ചയായും അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത്രയും അശക്തരാണ് നമ്മൾ മനുഷ്യർ. ഇത് നിഷേധിക്കാനാകാത്ത ഒരു സത്യമാണ്. എന്നാൽ നമുക്കുണ്ടായ മുറിവിൻ്റെ വേദനയുടെ അനുഭവത്തിൽ നിന്ന് അവരൻ്റെ മുറിവിൻ്റെ വേദനയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവന് വേണ്ട കരുതലും ചികിത്സയും സ്നേഹവും നൽകാൻ നമുക്ക് കഴിയും. അത്രയും ശക്തരുമാണ് മനുഷ്യർ. ഈ തിരിച്ചറിവിനെയാണ് കമ്പാഷൻ അഥവാ അനുകമ്പ, സഹാനുഭൂതി എന്നെല്ലാം പറയുക. അനുകമ്പയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് സുഡാനി ഫ്രം നൈജീരിയ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. മലപ്പുറത്തിൻ്റെ നന്മ എന്ന വിശേഷണത്തിനപ്പുറം ചർച്ച ചെയ്യേണ്ടതായ ഒരു മികച്ച സിനിമയാണ് സുഡാനി ഫ്രം നൈജീരിയ. സിനിമ മനുഷ്യനെ കൂടുതൽ നല്ല മനുഷ്യനാക്കുന്നു എന്നൊരു വായന സിനിമയെക്കുറിച്ചുണ്ട്. ആ വായനയുടെ പെർഫെക്റ്റ് ഉദാഹരണമാണ് സുഡാനി ഫ്രം നൈജീരിയ. അനുകമ്പയാണ് സിനിമ സംസാരിക്കുന്ന വിഷയം. അവരൻ്റെ കഷ്ടതയെ ഒരാൾക്ക് രണ്ട് തരത്തിൽ നോക്കിക്കാണാം. ഒന്നാമതായി സിമ്പതി, രണ്ടാമതായി എമ്പതി. ഒരാൾക്ക് മുറിവ് പറ്റുമ്പോൾ അയ്യോ പാവം മനുഷ്യൻ എന്ന് പറഞ്ഞ് ഒരാൾ ദൂരെ മാറി നിൽക്കുകയാണെങ്കിൽ അത് സിമ്പതിയാണ്. മുറിവ് പറ്റിയ മനുഷ്യനു വേണ്ടി ഇയാൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അകലെ നിന്ന് മുറിവ് പറ്റിയ ആളെ ഡൗൺ ആക്കുന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ എമ്പതിയോടെയാണ് നമ്മൾ മുറിവ് പറ്റിയ ആളെ നോക്കുന്നതെങ്കിൽ അയാളെ സഹായിക്കുകയാണ് നമ്മൾ ചെയ്യുക. അയാളുടെ മുറിവിൻ്റെ വേദന നമ്മുടേതായി നമുക്ക് തോന്നും. സിമ്പതിയേക്കാൾ ഒരാൾക്ക് വേണ്ടത് എമ്പതിയാണ്. നമ്മുടെ ഉള്ളിലെ എമ്പതി എന്ന വികാരം വളർത്തിയെടുക്കുകയാണ് സുഡാനി പോലുള്ള സിനിമകൾ ചെയ്യുന്നത്. അങ്ങനെയാണ് സിനിമ ഒരു മനുഷ്യനെ കൂടുതൽ നല്ല മനുഷ്യനാക്കുന്നത്. സിനിമയിലേക്ക് വരാം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള വെറുപ്പ് ലോകത്താകമാനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിറം, മതം, ലിംഗം, ജാതി, ലാംഗ്വേജ്, അതിർത്തി തുടങ്ങി നിരവധി കാരണങ്ങളാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വെറുത്തുകൊണ്ടിരിക്കുന്നു. ഈ വെറുപ്പിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരുന്ന വലതുപക്ഷ സർക്കാരുകൾ. ഈ അപരവിദ്വേഷത്തിനെതിരെയുള്ള രാഷ്ട്രീയമാണ് സുഡാനി സംസാരിക്കുന്നത്. അനുകമ്പ അല്ലെങ്കിൽ കരുണ എന്ന മനുഷ്യൻ്റെ അടിസ്ഥാന വികാരം ഇത്തരം അതിർവരമ്പുകൾക്ക് മുകളിലായി പ്രതിഷ്ഠിക്കുകയാണ് സക്കരിയ സുഡാനി ഫ്രം നൈജീരിയയിലൂടെ ചെയ്യുന്നത്. അവിടെയാണ് അനുകമ്പ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നത്. സാമുൽ എന്ന നൈജീരിയക്കാരൻ അനവധി കുടിയേറ്റ തൊഴിലാളികളുടെ പ്രതീകമാണ്. തീർച്ചയായും അവൻ ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല കേരളത്തിലേക്ക് വരുന്നത്. അവൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാനാണ്. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ അവനെ കളി ജയിക്കാനുള്ള ഒരു ഉപകരണമായി മാത്രമാണ് മജീദ് അടക്കമുള്ള ആളുകൾ കാണുന്നത്. അതിനപ്പുറം ഒരു വ്യക്തി എന്ന ഒരു പരിഗണനയും സാമുവലിന് നൽകുന്നില്ല. ഒരു ടീം മാനേജർക്കുള്ള ഉത്തരവാദിത്വം എന്താണോ അതുമാത്രമാണ് മജീദ് ചെയ്യുന്നത്. എന്നാൽ സിനിമ പുരോഗമിക്കവേ മജീദിൻ്റെ ആ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവൻ കൂടുതൽ അനുകമ്പയോടെ സാമൂലിനെ കാണാൻ തുടങ്ങുന്നു. അതിലൂടെ മജീദ് കൂടുതൽ നല്ല മനുഷ്യനാകുന്നതും സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വർഗം, വർണ്ണം, ഭാഷ, അതിർത്തി തുടങ്ങിയ എല്ലാ ലിമിറ്റേഷനും മുകളിൽ അനുകമ്പ മാത്രമേ മനുഷ്യനെ അടുപ്പിക്കൂ എന്നാണ് സക്കരിയ നമുക്ക് കാണിച്ചു തരുന്നത്. മജീദിൻ്റെ ഉമ്മയും സാമുവലും തമ്മിലുള്ള അടുപ്പം കാണിക്കുന്നതിലൂടെ ഈ കാര്യങ്ങൾ വളരെ മികച്ച രീതിയിൽ വിവരിക്കുന്നുണ്ട് സിനിമ. സാമുവലിൻ്റെ ഭാഷ ഉമ്മക്കോ ഉമ്മയുടെ ഭാഷ സാമുവലിനോ മനസ്സിലാകില്ല. പക്ഷേ അവർ പറയുന്നത് രണ്ടു പേർക്കും മനസ്സിലാകുന്നുണ്ട്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന കരുണ എല്ലാ അതിർത്തികളും മായ്ച്ചു കളയും. ഫിലോസഫിയിൽ ദ അതർ എന്ന തിയറി വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ കാണണം എന്ന് തന്നെയാണ് ഈ ചർച്ചയുടെ കാതൽ. പ്രശസ്ത ചിന്തകൻ ജീൻ പോൾ സാർത്ര പറയുന്നത് ഹെൽ ഈസ് അതർ പീപ്പിൾ എന്നാണ്. അതായത് നരകം എന്നത് മറ്റുള്ള മനുഷ്യരാണെന്ന്. എന്നാൽ ഇമ്മാനുവൽ ലെവിനാസ് എന്ന ചിന്തകൻ പറയുന്നത് അതറിനെ നമ്മുടെ തന്നെ പ്രതിബിംബമായി കാണണമെന്നാണ്. രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ചിന്തകളാണ്. ലെവിനാസിൻ്റെ ചിന്തകളുമായാണ് സുഡാനി കൂടുതൽ യോജിച്ചു നിൽക്കുന്നത്.
മറ്റൊരു മനുഷ്യനെ നമ്മുടെ തന്നെ പ്രതിബിംബമായി കാണുമ്പോൾ മാത്രമേ കരുണയോടെ നമുക്ക് അവനെ നോക്കാൻ കഴിയൂ. അപ്പോൾ മാത്രമേ നമ്മുടെ മനുഷ്യത്വം ഉണരുകയുള്ളൂ. അതുതന്നെയാണ് സുഡാനി ഫ്രം നൈജീരിയയിലൂടെ സക്രിയ നമ്മോട് പറയുന്നത്. സിനിമയ്ക്ക് അവസാനം സൗബിൻ്റെ മജീദ് ഉപ്പയോട് സലാം പറയുന്ന ഒരു സീനുണ്ട്. മലയാള സിനിമയിൽ സലാം ഇത്ര ഭംഗിയിൽ ഇതുവരെ ചിത്രീകരിച്ചിട്ടില്ല എന്ന് 100% ഉറപ്പാണ്. എന്തുകൊണ്ടെന്ന് പറയാം. അസ്സലാമു അലൈക്കും എന്ന വാചകത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ആ സിനിമയിൽ അതുവരെ മജീദ് ഉപ്പയോട് സംസാരിക്കുന്നില്ല. അതിൻ്റെ എല്ലാ വേദനയും ആ ഉപ്പക്കുണ്ട്. സൗബിൻ ആദ്യമായി മിണ്ടുന്ന വാക്ക് നിങ്ങൾക്ക് മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ലിറ്ററലി സലാം അവിടെ ഫിറ്റാകുന്നതിൻ്റെ സക്രിയ മാജിക്ക് ആ സീനിൽ നമുക്ക് കാണാം. വ അലൈക്കും സലാം എന്ന വാചകത്തിനർത്ഥം നിന്റെ മേലിലും സമാധാനം ഉണ്ടാകുമാറാകട്ടെ എന്നാണ്. ഉപ്പ മജീദിനോട് സലാം മടക്കുമ്പോൾ മജീദിൻ്റെ മുഖത്ത് ആ സമാധാനം നമുക്ക് കാണാൻ കഴിയും. സലാം പറയലിനെ ഇത്രയും മനോഹരമായി മറ്റൊരു മലയാള സിനിമയിലും കാണിച്ചിട്ടില്ല. എന്താണ് സുഡാനിയെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നന്ദി.